Good morning. Good morning, Good Miss. morning, Miss. Morning. Good morning, ma'am. Morning. PDF കാണാമോ? കാണുന്നുണ്ട് മിസ്. ക്യാമറ ക്ലിയർ അല്ലേ? ക്ലിയർ അല്ല? ഇപ്പോഴോ? Okay. പേജ് നമ്പർ ഒന്ന് പറയാമോ? $25. എന്തൊക്കെയുണ്ട്? സുഖാണോ? സുഖം. മഴ കുറവുണ്ടല്ലേ? കഴിഞ്ഞ 2 ദിവസം നല്ല മഴയായിരുന്നല്ലേ? ഹീര രാജേഷ്. ഹീരയുടെ വീട് എവിടെയാ അപ്പൊ? ചൂടാവാൻ കാരണം സ്ഥലം എവിടെയാണോ? ഞാൻ ഓക്കെയാണോ? അബുദാബിയിലാണ്. ഓക്കെ. അബുദാബിയിൽ മഴ പെയ്തിട്ടില്ലേ? ഓക്കെ. ശരി. നാട്ട് കണ്ണൂർ അല്ലേ? ഓക്കെ. നമ്മള് ട്രെയിനിങ്, എംപ്ലോയീസ് ട്രെയിനിങ് പറഞ്ഞില്ലേ? അത് പാരഗ്രാഫ്. എന്തൊക്കെയാണ് എംപ്ലോയീസ് ട്രെയിനിങ്ങിന്റെ പർപ്പസ്? എന്തൊക്കെയാണ് പ്രൈമറി പർപ്പസ്? എന്തൊക്കെയാണ്? increase productivity, upgrade quality to help an organization fulfill its future personal needs, improve organizational climate to improve health and safety.
and obsolescence prevention and for personal growth. അടുത്തത് നമുക്ക് സ്റ്റെപ്സ് ദാറ്റ് ഇൻക്ലൂഡ് ഇൻ ട്രെയിനിങ് പ്രോഗ്രാം. ഒരു ട്രെയിനിങ് പ്രോഗ്രാംസിൽ എന്തൊക്കെ സ്റ്റെപ്സുകളാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്? To discover or identify the training requirements, to get ready for the job, preparation of the learner, presentation of operation and knowledge, performance tryout and follow-up evaluation. First step എന്താണ്? To discover or identify the training requirements. First one എന്താ പറയുന്നത്? To discover or identify the training requirements. എന്താണ്? അത് പറഞ്ഞുതരാം, പോയിന്റ് പറഞ്ഞുതരാം കേട്ടോ. ഒരു പോയിന്റ് പറഞ്ഞുതരാറുണ്ട് അല്ലേ? അതോടെ നിൽക്കട്ടെ കേട്ടോ. ട്രെയിനിങ് പ്രോഗ്രാമിന്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ്? ടു ഡിസ്കവർ ഓർ ഐഡന്റിഫൈ ദ ട്രെയിനിങ് റിക്വയർമെന്റ്സ്. എന്താണ് പറയുന്നത്? ട്രെയിനിങ് റിക്വയർമെന്റ്സ് എന്തൊക്കെയാണോ പരിശീലന ആവശ്യകതകൾ അത് ആദ്യം തിരിച്ചറിയുക അല്ലെ. ട്രെയിനിങ്ങിന് കൊടുക്കേണ്ട അല്ലെങ്കിൽ ഏതൊക്കെ തരത്തിലുള്ള റിക്വയർമെന്റ്സ് ആണ്, ഏതൊക്കെ തരത്തിലുള്ള പരിശീലനങ്ങളാണ് കൊടുക്കേണ്ടതെന്ന് തിരിച്ചറിയുക. ഫസ്റ്റ് ഓഫ് ഓൾ ഫസ്റ്റ് സ്റ്റെപ്പ് അതാണ്. തിരിച്ചറിഞ്ഞതിന് ശേഷം റിക്വയർമെന്റ്സ് എന്തൊക്കെയാണ് അറിഞ്ഞതിന് ശേഷം രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണ്? ടു ഗെറ്റ് റെഡി ഫോർ ദ ജോബ്. എന്താണ് സെക്കൻഡ് സ്റ്റെപ്പ്? ടു ഗെറ്റ് റെഡി ഫോർ ദ ജോബ്. എന്താണ്? ഏത് ജോലിക്കാണോ ആ ജോലിക്ക് വേണ്ടി തയ്യാറെടുപ്പിക്കുക അല്ലെ. ആ ജോലിക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർഡ് ആവുക അല്ലെങ്കിൽ തയ്യാറെടുക്കുക. ഓക്കെ. ദെൻ തേർഡ് സ്റ്റെപ്പ് എന്താണ്? പ്രിപ്പറേഷൻ ഓഫ് ദ ലേണർ. നമ്മളെ ജോലിക്ക് തയ്യാറെടുക്കുന്നതോടൊപ്പം തന്നെ അടുത്ത സ്റ്റെപ്പായിട്ട് വരുന്നത് എന്താണ്? പ്രിപ്പറേഷൻ ഓഫ് ദ ലേണർ. എന്താ വരുന്നത്? ഇവിടെ ലേണർ എന്ന് പറയുന്നത് ആരെയാണ്? ലേണർ. എംപ്ലോയീസ് ആണ് അല്ലെ. അവര് പ്രിപ്പയർഡ് ആവുക അല്ലെങ്കിൽ എന്താണ്? പഠിതാവിന്റെ തയ്യാറെടുപ്പ്. ഓരോ എംപ്ലോയീസിന് സ്പെസിഫിക് ആയിട്ട് ഇൻഡിവിജ്വൽ ആയിട്ട് ഓരോരുത്തരും എന്താണ്? പ്രിപ്പയർഡ് ആവുക അല്ലെങ്കിൽ അത് അവരെ തയ്യാറാവുക. ദെൻ ഫോർത്ത് സ്റ്റെപ്പ് presentation of operations and knowledge. Presentation of operations and knowledge. The most important step in a training program is presentation of preparation and knowledge. The trainer should clearly tell, show, illustrate, and question in order to put over the knowledge and operations. The learner should be told of the series of the entire job and why each step in the performance is necessary. ഇനി ഫോർത്ത് സ്റ്റെപ്പ് ട്രെയിനിങ് പ്രോഗ്രാമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റെപ്സ് ആണ് എന്താ? പ്രസന്റേഷൻ ഓഫ് ഓപ്പറേഷൻ ആൻഡ് നോളജ്. എന്താണ്? അതായത് പ്രവർത്തനങ്ങളുടെയും അറിവിന്റെയും അവതരണം. ഇപ്പൊ നമ്മൾ ഒരാൾക്ക് ട്രെയിനിങ് കൊടുക്കുന്ന സമയത്ത് എന്താണ്, എങ്ങനെയാണ്, എപ്പോഴാണ്, എവിടെയാണ്, എങ്ങനെ എന്നുള്ളത് വ്യക്തമായിട്ട് നമ്മൾ പറഞ്ഞു കൊടുത്താൽ മാത്രമേ അവർക്ക് അത് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോ ഒരു ട്രെയിനിങ് പ്രോഗ്രാമിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ് എന്താ? ട്രെയിനിങ് പ്രോഗ്രാം ഈസ് പ്രസന്റേഷൻ ഓഫ് പ്രിപ്പറേഷൻ ആൻഡ് നോളജ് എന്ന് പറയുന്നത്. അപ്പൊ അവിടെ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും അവിടെ നടക്കുന്നത് ആ ഒരു സമയത്ത്? The trainer should be clearly tell. അപ്പൊ ട്രെയിനേഴ്സ് ആരാണോ പരിശീലനം കൊടുക്കുന്നത് അവര് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കും. എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞു കൊടുക്കുന്നത്? ഫസ്റ്റ് ഓഫ് ഓൾ ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങളാണ് ഇത്. അവരത് കാണിച്ചു കൊടുക്കേണ്ട കാര്യങ്ങളാണ് എന്താണ് കാണിച്ചു കൊടുക്കുന്നത്. ഇല്ലുസ്ട്രേറ്റ് ആൻഡ് ക്വസ്റ്റ്യൻ. ഇല്ലുസ്ട്രേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? ഇല്ലുസ്ട്രേറ്റ് എന്താണ്? ചിത്രീകരണം, വരച്ചു കാണിക്കേണ്ടതാണെങ്കിൽ ഇല്ലുസ്ട്രേറ്റ് ചെയ്യാന്ന് വെച്ചാൽ നമ്മളിപ്പോ എന്തെങ്കിലും മോഡൽസ് വരയ്ക്കാനാണെങ്കിൽ അല്ലെങ്കിൽ പ്ലാൻ വരയ്ക്കാനൊക്കെ വരച്ചു കാണിച്ചു ഇല്ലുസ്ട്രേറ്റ് ചെയ്ത് കൊടുക്കും. പിന്നെ എന്താണ്? ക്വസ്റ്റ്യൻ ഇൻ ഓർഡർ ടു പുട്ട് ഓവർ ദ ന്യൂ നോളജസ് ആൻഡ് ഓപ്പറേഷൻസ്. എന്താണ്? വരച്ചു കാണിക്കുക മാത്രമാണോ ചെയ്യുന്നത്? എന്തൊക്കെ ചെയ്യും? വരച്ചത് ചിത്രം വരയ്ക്കുകയും അതിനനുസരിച്ചുള്ള ചോദ്യം ചെയ്യുകയും ചെയ്തുകൊണ്ടാണ് അവർ കൃത്യമായിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. Then the learner should be told of the series of the entire job and why each steps in his performance necessary. അപ്പോ ഏത് ജോലിയാണോ ചെയ്യേണ്ടത് അതിന്റെ സീരീസ്, അതിന്റെ പാറ്റേൺ എങ്ങനെയാണെന്നതിനെ കുറിച്ചിട്ട് ആര് പറഞ്ഞു കൊടുക്കും? ട്രെയിനർ എംപ്ലോയീസിന് കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കും.
and B, why each steps in this performance is necessary. ഓരോ സ്റ്റെപ്സ് ചെയ്യുമ്പോൾ അല്ലെ, ഓരോ സ്റ്റെപ്സും ഒരു പരിശീലനം സംബന്ധിച്ചിടത്തോളം ഓരോ സ്റ്റെപ്സും ഇമ്പോർട്ടന്റ് ആണ്. ഒരു സ്റ്റെപ്സ് ഇപ്പോ 5 സ്റ്റെപ്പുള്ള കാര്യങ്ങളിൽ 3 സ്റ്റെപ്സ് മാത്രം നമ്മൾ ചെയ്തിട്ട് കാര്യമില്ല അല്ലെ, ചെയ്യുമ്പോൾ എന്നത് പൂർണ്ണമായിട്ട് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഓക്കെ, പിന്നെ മുഴുവൻ ജോലികളുടെയും എങ്ങനെയാണ് അതിന്റെ സീരീസ് എങ്ങനെയാണ് അവിടെ എങ്ങനെയാണ് പെർഫോം ചെയ്യേണ്ടത് എന്നതുമായി ബന്ധപ്പെട്ട് എന്താണ് കൃത്യമായിട്ട് ട്രെയിനേഴ്സ് എംപ്ലോയീസ് അല്ലെങ്കിൽ ഇവിടെ ലേണേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ എംപ്ലോയീസിന് അവർക്ക് കൃത്യമായിട്ടുള്ള രീതിയിൽ അവയർനെസ് കൊടുക്കും. ഓക്കെ, പ്രസന്റേഷൻ ഓഫ് ഓപ്പറേഷൻ നോളജ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ട്രെയിനിങ് പ്രോഗ്രാമിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് അല്ലെ. അവിടെ ട്രെയിനർ കൃത്യമായ രീതിയിലുള്ള പരിശീലനം, പ്രത്യേകിച്ച് അവർക്ക് കൃത്യമായ രീതിയിൽ പറഞ്ഞു കൊടുക്കുന്നു, ചിത്രീകരിച്ചു കൊടുക്കുന്നു, ചോദ്യം ചോദിക്കുന്നു, അല്ലെങ്കിൽ ആ ഒരു ഏത് ജോലിയാണോ സ്പെസിഫിക് ആയിട്ട് ചെയ്യാൻ പോകുന്നത് അതുമായി ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങളും, അല്ലെങ്കിൽ ആ ജോലി ഏത് സീരീസിലാണ് ഏത് പാറ്റേണിലാണ് അവിടെ ചെയ്യേണ്ടത്, ഏത് രീതിയിലുള്ള പെർഫോമൻസ് ആണ് ആ ജോലിയിലേക്ക് കൊടുക്കേണ്ടത് എന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇതിൽ വരുന്നത് പ്രസന്റേഷൻ ഓഫ് ഓപ്പറേഷൻ ആൻഡ് നോളജ് എന്ന സ്റ്റെപ്സിൽ ഉൾപ്പെടുത്തുന്നത്. ഓക്കെ, മനസ്സിലായോ അത്? Okay, then performance tryout. Under this performance tryout എന്ന് പറഞ്ഞാൽ എന്താണ്, under this the trainees is asked to throw the job several times slowly and explain to him each step. Mistake should be corrected. Then the trainees is advised to do the job steps by step, building up skills and speed. ഇനി പെർഫോമൻസ് ട്രൈഔട്ട് ആണ്. ട്രൈഔട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്, അവർക്ക് ജോലി എടുക്കുമ്പോൾ തന്നെ എങ്ങനെയാണ് പെട്ടെന്ന് തന്നെ അവർക്ക് ചെയ്ത് തീർക്കാൻ പറ്റുമോ? ഇല്ല, പതിയെ പതിയെ അല്ലെ, നമുക്കത് വളരെ സ്ലോ തന്നെ ചെയ്യാനായിട്ട് സാധിക്കും. അതായത് സമയം എടുത്തുകൊണ്ട് മാത്രമേ നമുക്ക് അതിലേക്ക് പരിശീലനം എടുക്കാൻ പറ്റുള്ളൂ. ഒരു ദിവസം കൊണ്ട് തന്നെ ജോലി പൂർണ്ണമായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പൊ പതിയെ സമയം എടുത്തുകൊണ്ട് ഓരോ ജോലികളും ചെയ്യാനാണ് പരിശീലകർ അവർക്ക് എന്താണ് സഹായം കൊടുക്കുന്നത്. ആൻഡ് എക്സ്പ്ലെയിൻ ടു ഈച്ച് സ്റ്റെപ്പ്, എന്താണ് ഓരോ സ്റ്റെപ്പും. ഇപ്പൊ 10 സ്റ്റെപ്പ് ചെയ്യണില്ല, 10 സ്റ്റെപ്സിലും 10 മെത്തേഡ്സ് ആയിരിക്കും ചിലപ്പോൾ. അപ്പൊ 10 മെത്തേഡ്സ് എന്താണ് പതിയെ അവർ കൃത്യമായ രീതിയിൽ ഓരോന്നും എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയും ചെയ്യും. മിസ്റ്റേക്ക് ഷുഡ് ബി കറക്റ്റഡ്. ഇനി ഏതെങ്കിലും തരത്തിലുള്ള തെറ്റുകൾ കാണിക്കുകയാണെങ്കിൽ എന്താണ് ഉടനടി തന്നെ അത് കറക്റ്റ് ചെയ്തായിരിക്കും മുന്നോട്ട് പോകുന്നത്. Then the trainee is advised to the job step by step, building up skills and speed. അപ്പൊ ഒരു പ്രാവശ്യം തെറ്റി പിന്നീട് എന്താണ് അവരുടെ മിസ്റ്റേക്സ് കറക്റ്റ് ചെയ്ത് എന്താണ് പിന്നീട് പല സ്റ്റെപ്സിൽ ഇവരിങ്ങനെ പതിയെ ചെയ്ത് എന്താണ് അവർക്ക് ആ സ്കില്ലിലേക്ക് അവർ എത്തിച്ചേരും. അവരുടെ സ്കിൽ, അതായത് ആദ്യം പതുക്കെയാണ് ചെയ്തിരുന്നത്, പിന്നീട് എന്താണ് പരിശീലനത്തിന്റെ ഭാഗമായിട്ട് അവർക്ക് എന്താണ് കുറച്ചും കൂടി ആക്യുറേറ്റ് ആയിട്ട് സ്പീഡൊക്കെ ചെയ്യാനായിട്ട് അവര് ആ ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് അവർ പഠിക്കുകയാണ്. ഓക്കെ, ദാറ്റ് ഈസ് പെർഫോമൻസ് ട്രൈ ഔട്ട് എന്ന് പറയുന്നത്. വീണ്ടും ചെയ്ത് പഠിച്ചാണ് അവർക്ക് എന്ത് കിട്ടുന്നത്, ആ സ്കിൽഡ് ആവുന്നത്, അല്ലെങ്കിൽ അവരുടെ അതിൽ എക്സ്പേർട്ട് ആയിട്ട് മാറുന്നത്. ഓക്കെ, യെസ്, പെർഫോമൻസ് ട്രൈ ഔട്ട് ക്ലിയർ ആണോ? ഒന്നുകൂടി പറയാം, ആ തന്നിരിക്കുന്ന ജോലി അവര് പതിയെ ചെയ്തതിന് ശേഷം എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യുന്നു. പിന്നീട് എന്താണ് ഓരോ സ്റ്റെപ്പ് ബൈ ചെയ്യുന്നതിനനുസരിച്ച് അവരുടെ സ്പീഡും സ്കിൽസ് ഒക്കെ അതിനനുസരിച്ച് ഡെവലപ്പ് ചെയ്യുന്നതാണ്. ഓക്കെ, then follow up and evaluation of the program. It is with a view to testing the effectiveness of training efforts that the steps in undertaken. ഇനി follow up എന്ന് പറയുമ്പോൾ എന്താ അറിയാം, follow up and evaluation of the program. എല്ലാ കഴിഞ്ഞു, മിക്ക സ്റ്റെപ്സുകളും കംപ്ലീറ്റ് ചെയ്തു, പിന്നെ എന്താണ് ലാസ്റ്റ് ഫോളോ അപ്പ് എന്ന് സൂചിപ്പിക്കുന്നത് എന്തിനെയാണ്, അതായത് ചെയ്ത പ്രോഗ്രാമുകളുമായി ബന്ധപ്പെട്ട് ബാക്കി തുടർ നടപടികളാണ് അല്ലെ. എന്തുമായി ബന്ധപ്പെട്ടാണ്, ഇപ്പൊ ഇത്രയും ട്രെയിനിങ്സ് ഒക്കെ കൊടുത്തതിന് ശേഷം അവർ പെർഫോമൻസ് വ്യക്തമായ രീതിയിൽ എഫിഷ്യന്റ് ആയിട്ട് അവരത് ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യണം, പിന്തുടരണം അവരുടെ, അല്ലെങ്കിൽ അവരുടെ പെർഫോമൻസ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യാണ്. ഇത്ര പരിശീലനങ്ങൾ കൊടുത്തു, അപ്പൊ 10 ദിവസം കൊടുത്തു, ഫസ്റ്റ് ദിവസം കൊടുത്തല്ല, രണ്ടാമത്തെ ദിവസം കൊടുത്ത പോലെ ആയിരിക്കില്ല ഒരു 8, 9, 10 ലാസ്റ്റ് ദിവസങ്ങളാവുന്ന സമയത്ത് അവർക്ക് എന്താണ് മാറ്റങ്ങൾ വരും അല്ലെ. അതായത് പരിശീലനത്തിന്റെ ഭാഗമായിട്ട് എല്ലാ കാര്യങ്ങളും അവർ പഠിക്കുന്നതിന്റെ ഭാഗമായിട്ട് എന്താണ് അവർക്ക് എഫക്റ്റീവായിട്ട് അവർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അവരത് എഫക്റ്റീവായിട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് അവർ ആരും ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട്, ട്രെയിനിങ് പ്രോഗ്രാംസ് ടീംസുകൾ ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, യെസ്,
These are the steps that include in training program. For training programs, ഉൾപ്പെടുന്ന സ്റ്റെപ്പുകൾ എന്തൊക്കെയാണ്? First one, to discover or identify the training requirement. എന്തൊക്കെയാണ് ട്രെയിനിങ് ആവശ്യകതകൾ എന്ന് തിരിച്ചറിയുക. പിന്നെ എന്താണ്? ഏത് ജോലിയാണ് അതിന് തയ്യാറാവുക. Then preparation of the learner employees നമ്മൾ prepared ആക്കുക, അല്ലെ, തയ്യാറെടുപ്പിക്കുക. Then presentation of operation and knowledge. ഇതാണ് ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അതായത് ഏത് ജോലിയാണോ അത് കൃത്യമായിട്ട് അതിനെ കുറിച്ചിട്ടുള്ള നോളജ് കൃത്യമായിട്ട് ട്രെയിനീസിന് ഉണ്ടായിരിക്കണം. പിന്നെന്താണ്, അവർക്ക് കൃത്യമായ രീതിയിൽ ട്രെയിനേഴ്സ് പതിയെ പറഞ്ഞു കൊടുക്കുകയും കാണിച്ചു കൊടുക്കുകയും, അല്ലെങ്കിൽ എന്താണ്, അവർക്ക് ആ ജോലിയുടെ സീരീസ്, അതിന്റെ പാറ്റേൺ എങ്ങനെയാണ് എന്നതുമായി ബന്ധപ്പെട്ട ആ ഒരു ജോലി അവിടെ എങ്ങനെയായിരിക്കും ചെയ്യേണ്ടത്, ഏത് ഡ്യൂട്ടിയാണോ കൊടുക്കുന്നത്, എങ്ങനെയായിരിക്കും ചെയ്യേണ്ടത് എന്നതുമായി ബന്ധപ്പെട്ട അതിന്റെ എല്ലാ അറിവുകളും, എല്ലാ നോളജും ആർക്ക് പറഞ്ഞു കൊടുക്കുന്നത്, എല്ലാ നോളജസ് ആൻഡ് ഓപ്പറേഷൻസ് എല്ലാവർക്കും എംപ്ലോയീസിന് ട്രെയിനേഴ്സ് പറഞ്ഞു കൊടുക്കാറ്. അതാണ് ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടന്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അതിനുശേഷം എന്താണ്, പെർഫോമൻസ് ട്രൈ ഔട്ട് ആണ്. പറഞ്ഞു കൊടുത്തതിന് ശേഷം എന്താണെങ്കിൽ പതിയെ പതിയെ ഓരോ ജോലികൾ ചെയ്തു തുടങ്ങും, അല്ലെ. പിന്നീട് എന്താണ്, ഓരോ സ്റ്റെപ്സും കൃത്യമായിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നത്, എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്താണ്. ഇൻ കേസ് മിസ്റ്റേക്സുകൾ വന്നു കഴിഞ്ഞാൽ അത് കറക്റ്റ് ചെയ്യപ്പെടുന്നു. പിന്നെന്താണ്, ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ചെയ്താണ് അവർക്ക് ആ ഒരു ചിലപ്പോൾ ആ ഒരു വർക്കിലേക്ക് അവർ ഏറ്റവും നല്ല സ്കിൽഫുൾ ആയിട്ട് മാറും. ദെൻ ഫോളോ അപ്പ് ചെയ്യാൻ ഇവാലുവേഷൻ. അവർ ചെയ്ത പ്രോഗ്രാംസിന്റെ അടിസ്ഥാനത്തിൽ പെർഫോമൻസിൽ കൃത്യമായിട്ട് എഫക്റ്റീവ് ആയിട്ട് അവർ ചെയ്യുന്നുണ്ടോ എന്ന് ഇവാലുവേറ്റ് ചെയ്യപ്പെടുന്നു. ഓക്കെ, മനസ്സിലായോ നിങ്ങൾക്ക്? സ്റ്റെപ്സ് കഴിഞ്ഞു, ഇനി മെത്തേഡ് ആണ്. മെത്തേഡ്സ് ആൻഡ് ടെക്നിക്സ് ഇൻ ട്രെയിനിങ്. രണ്ട് രീതിയിൽ ഇവിടെ മെത്തേഡ്സ് വരുന്നുണ്ട്. ഒന്ന് ഓൺ ദ ജോബ് ട്രെയിനിങ് വരുന്നുണ്ട്, ഓഫ് ദ ജോബ് മെത്തേഡ്സ് വരുന്നുണ്ട്. ഓൺ ദ ജോബ് ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? OJT, അതിന്റെ ഷോർട്ട് ഫോം ആയിട്ട് ഇവിടെ പറയുന്നുണ്ട്. OJT എന്ന് പറയുന്നത് ഓൺ ദ ജോബ് ട്രെയിനിങ്. ഇൻ ദ ഓൺ ദ ജോബ് ട്രെയിനിങ് മെത്തേഡ്, നിങ്ങൾ അതൊന്ന് നോക്കുക, അതൊന്ന് പറയാൻ പറ്റുമോ? ഓൺ ദ ജോബ് ട്രെയിനിങ് മെത്തേഡ് എന്താണെന്ന് പറയാമോ? എന്തായിരിക്കും ഓൺ ദ ജോബ് മെത്തേഡ്? അൺമ്യൂട്ട് ആണല്ലോ. എന്താണ് ശ്രീലക്ഷ്മി, പറയാനാണോ? പറഞ്ഞോ. ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കൊടുക്കുന്ന ട്രെയിനിങ് അല്ലേ ഓൺ ദ ജോബ് ട്രെയിനിങ്? ഓക്കെ ഓക്കെ, ശരി, നമുക്ക് നോക്കാം കേട്ടോ. ഇതെങ്ങനെ അറിയാം? ജോലി ചെയ്തിട്ടുണ്ടോ അങ്ങനെ? ഇല്ല മിസ്, ഞാൻ കൊമേഴ്സും ബികോം ഒക്കെ ആയിരുന്നു. ഓക്കെ ഓക്കെ, ശരി. യെസ്, ഓൺ ദ ജോബ് ട്രെയിനിങ് എന്താണ്? In the on-the-job training method, employees are trained on the job at their places of work using actual tools, equipment, documents used by employees when they are fully trained. എന്താണ് പറഞ്ഞത് ശ്രീലക്ഷ്മി? പറഞ്ഞാൽ ശരിയാണോ? ഓൺ ദ ജോബ് ട്രെയിനിങ് മെത്തേഡ് എവിടെ വെച്ചാണ് കൊടുക്കുന്നത്? നമ്മള് അവരുടെ ജോലി സ്ഥലത്ത് തന്നെയാണ് നമ്മൾ പരിശീലനം കൊടുക്കുന്നത്, അല്ലെ. എവിടെയാണോ ജോലി ചെയ്യുന്നത് അവിടെ തന്നെയാണ് കൃത്യമായ രീതിയിലുള്ള പരിശീലനം കൊടുക്കുന്നത്. ആ ഒരു സമയത്ത് എങ്ങനെയാണ് അവർക്ക് പ്രാക്ടീസിന് കൊടുക്കുന്നത്? ആക്ച്വൽ ആയിട്ടുള്ള ടൂൾസ് കൊടുക്കുന്നു, അല്ലെ. ജോലി സ്ഥലത്ത് വെച്ച് തന്നെ ശരിക്കുള്ള ടൂൾസ് കൊടുക്കുന്നു, എക്യുപ്മെന്റ്സ്, ഡോക്യുമെന്റ്സ്, ഇതെല്ലാം തന്നെ ഉപയോഗിച്ചുകൊണ്ട് ഫുള്ളി ആയിട്ടുള്ള ട്രെയിനിങ് ആണ് എന്ത് കൊടുക്കുന്നത്? ഓൺ ദ ജോബ് ട്രെയിനിങ് അഥവാ OJT എന്ന് പറയുന്നത്. അവരുടെ പ്ലേസിൽ, അവരുടെ ജോലി സ്ഥലത്ത് തന്നെ പരിശീലനം നടക്കുന്ന പരിപാടിയാണ് എന്ത്? ഓൺ ദ ജോബ് ട്രെയിനിങ് എന്ന് പറയുന്നത്. ഈ സമയത്ത് അവർക്ക് ഏതൊക്കെ ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ആക്ച്വൽ ആയിട്ടുള്ള അവിടെ ഉപയോഗിക്കേണ്ട ഉപകരണങ്ങൾ ഏതൊക്കെയാണോ അതേ ടൂൾസുകൾ ഉപയോഗിച്ചല്ലേ, അതേ എക്യുപ്മെന്റ്സ്, ഡോക്യുമെന്റ്സ് ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് അവർക്ക് കൃത്യമായ രീതിയിലുള്ള ട്രെയിനിങ് കൊടുക്കുന്നത്. ഓക്കെ, ഇനി ഇതിന് കീഴിൽ തന്നെ രണ്ട് കാര്യങ്ങൾ വരുന്നുണ്ട്. ഓൺ ദ ജോബ് ട്രെയിനിങ്ങിൽ തന്നെ വരുന്നതാണ് എന്ത്? JIT ആൻഡ് അപ്രസന്റേഷൻ. ജോബ് ഇൻസ്ട്രക്ഷൻ ട്രെയിനിങ് ആണ് JIT. നോട്ട് ചെയ്യാട്ടോ, ജോബ് ഇൻസ്ട്രക്ഷൻ ട്രെയിനിങ്. Job instruction training. This method is also known as
ട്രെയിനിങ് ത്രൂ ഗ്രാജുവൽ ലേണിംഗ്. എന്താണ് ജോബ് ഇൻസ്ട്രക്ഷൻ ട്രെയിനിങ് എന്ന് നമുക്ക് ആ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും എന്താണെന്ന്. ഇത് പഠനത്തിലൂടെ അവർക്ക് പരിശീലനം കൊടുക്കുകയാണ് അല്ലെ, ജോലി നിർദ്ദേശമാണ്. പഠനത്തിലൂടെ, അതായത് ലേണിംഗിലൂടെ അവർക്ക് എന്ത് കൊടുക്കുന്നു, പരിശീലനം കൊടുക്കുന്ന പരിപാടിയാണെന്ത്, ജോബ് ഇൻസ്ട്രക്ഷൻ ട്രെയിനിങ് എന്ന് പറയുന്നത്. ദിസ് മെത്തേഡ് ഈസ് ആൾസോ നോൺ ആസ് ട്രെയിനിങ് ത്രൂ ഗ്രാജുവൽ ലേണിംഗ്. എന്നാണ് എന്ത് പറയുന്നത്, ഗ്രാജുവൽ ലേണിംഗ്, അതായത് പഠനത്തിലൂടെയുള്ളൊരു പരിശീലനമാണ് ജോബ് ഇൻസ്ട്രക്ഷൻ ട്രെയിനിങ്. ഓക്കെ, യെസ്. നമ്മുടെ ടീച്ചേഴ്സിന് വേണ്ടി അങ്ങനെ പറയാം, ടീച്ചിങ് പ്രാക്ടീസ് കൊടുക്കുന്നുണ്ടല്ലേ നിങ്ങൾ, നിങ്ങൾ സ്കൂളിൽ പോയിട്ട് കൊടുക്കുകയാണ് അല്ലെ, ഒരു 4 മാസം 3 മാസം ഒക്കെ ആയിട്ട് കൊടുക്കുന്നത്. അടുത്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ, അപ്രന്റീസ്ഷിപ്പ് എന്ന് കേട്ടിട്ടുണ്ടോ? എന്താണ് അപ്രന്റീസ് എന്ന് പറയുന്നത്? നമ്മള് ഫ്രണ്ട്സ് സിനിമയിൽ കേട്ടിട്ടില്ലേ അപ്രന്റീസ് എന്ന് പറയുന്ന, നമ്മുടെ ആരാ പറയുന്നത്, ശ്രീനിവാസൻ പറയുന്നത് കേട്ടിട്ടില്ലേ? സ്കിൽഡ് എംപ്ലോയേഴ്സ് ആണോ? ആ സിനിമയിൽ പറയണ അങ്ങനെയുള്ളവർക്ക് ശമ്പളം ഇല്ല എന്നാണ് പറയുന്നത് അല്ലെ, നിങ്ങൾ കേട്ടിട്ടുണ്ടോ സിനിമയില് ഫ്രണ്ട്സില്? നാളെ മുതൽ നമ്മൾ കൊട്ടാരത്തിലേക്കാണെന്ന് പറയാറില്ലേ അല്ലെ? യെസ്. സിനിമ ഒന്നും കാണാറില്ല പിള്ളേര് നിങ്ങള്? പഴയ പടമല്ലേ ഫ്രണ്ട്സ്? Apprentice training. In this person, condition, a person is learning a trade from skilled employer having agreed to work for a fixed period at a low wages. Assistant workers in നമ്മൾ apprenticeship എന്ന് പറയുന്നത് എന്താണ്? The person is learning a trade from a skilled employer. Employer എന്താണ് പഠിക്കുന്നത്? അതായത് പ്രത്യേകിച്ച് കുറഞ്ഞ വേതന പീരീഡിൽ, അതായത് ഒരു ലോ വേജസിന്റെ പീരീഡിൽ, ലോ വേജസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കുറഞ്ഞ വേതനത്തില് എവിടെ നിന്നാണ് ഒരു ട്രെയിനിങ് എടുക്കുന്നത്? ഒരു സ്കിൽഡ് എംപ്ലോയറിൽ നിന്ന് അല്ലെ, അതായത് ഒരു ഫിക്സ്ഡ് പീരീഡിലേക്ക് കുറഞ്ഞ വേതനത്തിന് ഒരു സ്കിൽഡ് ആയിട്ടുള്ള എംപ്ലോയീസിൽ നിന്നും നമ്മൾ അതിനെ അസിസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ പരിശീലനം നേടുന്ന പരിപാടിയെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അപ്രന്റീസ്ഷിപ്പ് എന്ന് പറയുന്നത്. Okay, is a person learning a trade from skilled employer. Skilled employer എന്നുള്ളത് അണ്ടർലൈൻ ചെയ്യട്ടോ. അതായത് ഒരു വ്യക്തി നിശ്ചിത കാലയളവിലേക്ക് ജോലി ചെയ്യാൻ സമ്മതിച്ചുകൊണ്ട് ഒരു വിദഗ്ധ പ്രൊഫഷനിൽ നിന്ന്, സ്കിൽഡ് ആയിട്ടുള്ള ഒരു ട്രെയിനറിൽ നിന്നും പരിശീലനം അല്ലെങ്കിൽ തൊഴിൽ പഠിക്കുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അപ്രന്റീസ്ഷിപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അത് ഏതിലാണ് വരുന്നത്? ഓൺ ദ ജോബ് ട്രെയിനിങ്ങിലാണ് കേട്ടോ. ഓൺ ദ ജോബ് ട്രെയിനിങ്ങിൽ വരുന്ന 2 പോയിന്റ്സ് ആണെന്ത്, 2 രീതികളാണെന്ത്? ജോബ് ഇൻസ്ട്രക്ഷൻ ട്രെയിനിങ് ആൻഡ് അപ്രന്റീസ്ഷിപ്പ് ട്രെയിനിങ് എന്ന് പറയുന്നത്. ഓക്കെ, യെസ്. ഇപ്പൊ ഓൺ ദ ജോബ് ട്രെയിനിങ് എന്ന് പറയുന്നത് എന്താണ്? OJT മെത്തേഡിന്റെ പ്രത്യേകത എന്താണ്? OJT അവരുടെ ആക്ച്വൽ പ്ലേസസിൽ നിന്ന് അല്ലെങ്കിൽ അവരുടെ ജോലി സ്ഥലത്ത് പരിശീലനം കൊടുക്കുകയും ആക്ച്വൽ ടൂൾസും എക്യുപ്മെന്റ്സും ഡോക്യുമെന്റ്സ് ഒക്കെ ഉപയോഗിച്ചുള്ളവർക്ക് നേരിട്ടുള്ള പരിശീലനം കൊടുക്കുന്നതാണ് ഓൺ ദ ജോബ് ട്രെയിനിങ് എന്ന് പറയുന്നത്. ഓൺ ദ ജോബ് ട്രെയിനിങ് നമുക്ക് എക്സാമ്പിൾ ആയിട്ട് എന്ത് പറയാം? ജോബ് ഇൻസ്ട്രക്ഷൻ ട്രെയിനിങ് ആൻഡ് അപ്രന്റീസ്ഷിപ്പ് ട്രെയിനിങ് എന്ന് പറയുന്നത്. ജോബ് ഇൻസ്ട്രക്ഷൻ ട്രെയിനിങ് എന്ന് പറയുന്നത് എന്താണ്? പഠനത്തിലൂടെയുള്ള ഒരു പരിശീലനമാണ് ജോബ് ഇൻസ്ട്രക്ഷൻ ട്രെയിനിങ്. അപ്രന്റീസ്ഷിപ്പ് എന്ന് പറയുന്നത് എന്താണ്? സ്കിൽഡ് ആയിട്ടുള്ള ഒരു വിദഗ്ധ അല്ലെങ്കിൽ വിദഗ്ധനായിട്ടുള്ള ഒരു പരിശീലകരിൽ നിന്ന് ഒരു ഫിക്സ്ഡ് പീരീഡിലേക്ക്, നിശ്ചിത കാലയളവിലേക്ക് കുറഞ്ഞ വേതനത്തിലൂടെ പരിശീലനം നേടുന്നതാണ് എന്ത്? അപ്രന്റീസ്ഷിപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? അടുത്തത് ഓഫ് ദ ജോബ് മെത്തേഡ്സ്. ഓഫ് ദ ജോബ് മെത്തേഡ്സ് എന്തായിരിക്കും off the job method? In the off the job training method, the workers or employee learn their jobs roles away from the actual work floor. എന്താണ് off the job method? വർക്കേഴ്സ് അല്ലെങ്കിൽ ബാക്ക് സൈഡ് വർക്കേഴ്സ് ആണോ? ബാക്ക് സൈഡ് വർക്കേഴ്സിന്റെ ഉദ്ദേശം എന്താണ്? അതായത് യഥാർത്ഥ വർക്ക് ഫ്ലോറിൽ നിന്നിട്ട് നമ്മള്
യെസ്, ബാക്ക് ഫോർഡ് എന്ന് തന്നെ പറയാം. ജോലി ചെയ്യുന്ന സ്ഥലത്തല്ലാതെ മറ്റൊരു പ്ലേസസിൽ. ഇപ്പൊ ബാക്ക് സൈഡ് എന്ന് പറഞ്ഞ പോലെ തന്നെ എന്താണ്, യഥാർത്ഥ പ്ലേസ് അല്ലാതെ നമ്മളൊരു മറ്റൊരു പ്ലേസസിൽ നിന്ന് എന്ത് നേടുന്നതാണ് ഓഫ് ദ ജോബ് മെത്തേഡ്സ്, അല്ലെങ്കിൽ പരിശീലനം നേടുന്നതിനാണ് നമ്മൾ ഓഫ് ദ ജോബ് മെത്തേഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത് ഏതൊക്കെ രീതിയിലായിരിക്കാം? നമ്മുടെ ആക്ച്വൽ പ്ലേസിലല്ല. എങ്ങനെയാണ് അവിടെ എന്തൊക്കെ കാര്യങ്ങൾ വരുന്നുണ്ട്? ലെക്ചേഴ്സ് വരുന്നുണ്ട്, ലെക്ചേഴ്സ്. വെസ്റ്റിബ്യൂൾ ട്രെയിനിങ് വരുന്നുണ്ട്, കോൺഫറൻസസ് വരുന്നുണ്ട്, ഗ്രൂപ്പ് ഡിസ്കഷൻ, കേസ് സ്റ്റഡീസ്, റോൾ പ്ലേ, പ്രോഗ്രാം ഇൻസ്ട്രക്ഷൻ, ടി ഗ്രൂപ്പ് ട്രെയിനിങ്. ഓക്കെ, നോക്കാം. ഓഫ് ദ ജോബ് മെത്തേഡ്സ് നമ്മുടെ ആക്ച്വൽ പ്ലേസിലല്ല നമ്മൾ ട്രെയിനിങ് നേടുന്നത്. അപ്പൊ അതിൽ വരുന്ന കാര്യങ്ങളാണ് ലെക്ചർ. ലെക്ചർ എന്താണ്? ലെക്ചേഴ്സ്, ലെക്ചർ, ക്ലാസ്സസ് അല്ലെ, ലെക്ചർ ക്ലാസ്സസ്. അതായത് അവർക്ക് ജോലിയുമായി ബന്ധപ്പെട്ടുള്ള പരിശീലനം നടത്തുന്ന ക്ലാസ്സസ്, അല്ലെങ്കിൽ എന്താണ് അതുമായി ബന്ധപ്പെട്ട് ഏതുതരം ജോലിയാണോ അതുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ഇൻസ്ട്രക്ഷൻസ് അടങ്ങിയ ക്ലാസ്സുകൾ, അല്ലെങ്കിൽ എന്താ നമ്മള് പ്രാക്ടിക്കൽസ് എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ പ്രാക്ടിക്കലൊക്കെ റെഗുലർ ആയിട്ട് അവർക്ക് പരിശീലനം കൊടുക്കുന്ന ക്ലാസ്സുകൾ ഉണ്ടാവും. തിയറി ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെ, തിയറി ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും ലെക്ചേഴ്സിൽ വരുന്നത്. പിന്നെ വെസ്റ്റിബ്യൂൾ ട്രെയിനിങ്. എന്താണ് വെസ്റ്റിബ്യൂൾ ട്രെയിനിങ് എന്ന് പറയുന്നത്? നമ്മുടെ ക്ലസ്റ്റർ ഒക്കെ പോലെ അല്ലെ. യെസ്, വെസ്റ്റിബ്യൂൾ ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ ക്ലാസ് റൂം ട്രെയിനിങ് which is often done with the help of the equipment and machines which are identical with those in use in the place of work. വെസ്റ്റിബ്യൂൾ ട്രെയിനിങ് എന്താണ്? അതൊരു ക്ലാസ് റൂം പരിശീലനമാണ്. ഇതും എന്താണ്? ഒരു ക്ലാസ് റൂമിനകത്താണ് നമ്മൾ ഇതിന്റെ പരിശീലനങ്ങൾ കൊടുക്കുന്നത്. എങ്ങനെയാണ് എങ്ങനെയാണ് ഈ ഒരു പരിശീലനം നമ്മൾ നടത്തുന്നത്? With the help of the equipment and machines. പറഞ്ഞ എന്താ? എന്തിന്റെ അടിസ്ഥാനത്തിലാണ് കൊടുക്കുന്നത് ട്രെയിനിങ്? അതായത് ജോലി സ്ഥലത്തുള്ള സമാനമായിട്ടുള്ള ഉപകരണങ്ങളുടെയും അല്ലെങ്കിൽ ആ ടൂൾസിന്റെയും മെഷീൻസ് ഒക്കെ ഉള്ളതുപോലെ അതേ അവസരങ്ങൾ കൊടുത്തുകൊണ്ട് തന്നെ എന്താണ് അവർക്ക് ഒരു ശരിക്കും പറഞ്ഞാൽ നമ്മൾ പറയില്ലേ ഒരു ഡെമോൺസ്ട്രേഷൻ ക്ലാസ് പോലെ, അല്ലെങ്കിൽ എല്ലാത്തരം മെഷീൻസ് എക്യുപ്മെന്റ്സ് കൊടുത്തുകൊണ്ട് അവർക്ക് എന്താണ് പരിശീലനം കൊടുക്കുന്നത്. പ്രാക്ടിക്കൽ സെക്ഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയുന്നത്. പ്രാക്ടിക്കൽ ആയിട്ട് പരിശീലനം കൊടുക്കുന്നതാണ് എന്ത് വെസ്റ്റിബ്യൂൾ ട്രെയിനിങ് എന്ന് പറയുന്നത്. ക്ലാസ് റൂം ട്രെയിനിങ് ആണ്. ഇതൊരു ക്ലാസ് റൂമിൽ നടക്കുന്ന ട്രെയിനിങ് ആണ്. എന്തിന്റെ ഹെൽപ്പോട് കൂടിയാണ്? എക്യുപ്മെന്റ്സ് ആൻഡ് മെഷീൻസ് ഇവ തമ്മിൽ ഉപയോഗിച്ചു കൊണ്ടിട്ടുള്ള ഒരു പരിശീലനമാണ് എന്ത് വെസ്റ്റിബ്യൂൾ ട്രെയിനിങ് എന്ന് പറയുന്നത്. ഏത് തരം ജോലിയുടെ അടിസ്ഥാനത്തിൽ, ഏത് തരം വർക്കാണോ അതിന്റെ അടിസ്ഥാനത്തിലാണ് അവിടെ മെഷീൻസ് ആൻഡ് ടൂൾസ് അവിടെ നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, പിന്നെന്താണ് കോൺഫറൻസസ്. കോൺഫറൻസസ് എന്താണ്? ഈ ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള കോൺഫറൻസസ് ചിലപ്പോ മറ്റ് കമ്പനീസിൽ നിന്ന് ആരെങ്കിലും വരാം അല്ലെ, ടീം മെമ്പേഴ്സ് വന്നിട്ട് നമുക്ക് പ്രത്യേക രീതിയിലുള്ള ആ കമ്പനി റിലേറ്റഡ് ആയിട്ട് വരുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ആ കമ്പനി എന്താണ് അതിന്റെ മോട്ടീവ്സ് അല്ലെങ്കിൽ അതിന്റെ ഒബ്ജക്റ്റീവ്സ് എന്നുള്ള കാര്യങ്ങളൊക്കെ അടങ്ങുന്ന തരത്തിലുള്ള ഒരു കോൺഫറൻസ് മീറ്റിംഗ്സ് ആണെന്ന് പറയുന്നത്. അപ്പോൾ എംപ്ലോയീസിനുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ എംപ്ലോയീസിന് മുന്നിലായിരിക്കും എന്ത് നടത്തുന്നത്? കോൺഫറൻസസ് ആണ്. അവിടെ ചോദ്യങ്ങൾ ചോദിക്കാം, അവരുടെ പരസ്പര സംശയങ്ങൾ ചോദിക്കാം, അല്ലെങ്കിൽ ഡെമോൺസ്ട്രേഷൻ കാണിച്ചു കൊടുക്കുക, പലതരത്തിലുള്ള കാര്യങ്ങൾ പ്രത്യേകമായ ഒരു ചർച്ചയാണ് അല്ലെ. ഏത് ജോലിയാണോ അതുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു മീറ്റിംഗ്സ് ആണ് എന്താ കോൺഫറൻസസ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഗ്രൂപ്പ് ഡിസ്കഷൻ. സെയിം ഗ്രൂപ്പ് ഡിസ്കഷൻ എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും വരുന്നത്? വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിനെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് അല്ലെ, ട്രെയിനിങ് കൊടുക്കുന്ന എംപ്ലോയീസിനെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഗ്രൂപ്പ് ഡിസ്കഷൻ. ഇപ്പൊ അവർക്ക് ടീം വർക്കുകൾ ഉണ്ടാവും അല്ലെ. ഒരു 5 പേര് 10 പേര് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ടീമായിട്ട് കൊടുക്കും. അപ്പൊ ആ ടീമിൽ അവർക്ക് എങ്ങനെ പെർഫോം ചെയ്യണം എന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്. ഗ്രൂപ്പ് ഡിസ്കഷൻസിൽ കൊടുക്കുന്ന പരിശീലനങ്ങളിൽ വരുന്നത്. ഓക്കെ, യെസ്. Then case studies, learning by doing. Case studies. Case studies എന്താണ്? കേസ് സ്റ്റഡി ചെയ്തുകൊണ്ട് പഠിക്കുകയാണ് നമ്മൾ അല്ലെ. അപ്പൊ നമ്മള് ഒരു പുതിയ മെഷീൻ ചിലപ്പോൾ പരിചയപ്പെടുത്താൻ, അല്ലെങ്കിൽ പുതിയ കാര്യങ്ങൾ അല്ലെങ്കിൽ പുതിയ ടൂൾസ് പരിചയപ്പെടുത്തിക്കൊണ്ട് നമ്മളവിടെ ആദ്യം അവർ കാണിച്ചു തരും അല്ലെ. ആദ്യം ഒരു ഡെമോ കാണിച്ചിട്ട് പിന്നീട് എന്താണ് നമ്മൾ അതവിടെ ചെയ്തുകൊണ്ട് തന്നെ പഠിക്കും. അതായത് ആ മെഷീൻ ആ ടൂൾ എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യേണ്ടത് എന്നതുമായി ഇപ്പൊ ലാബിലൊക്കെ നമ്മൾ ചെയ്യില്ലെന്ന് പറയുന്നത്, അത് നമ്മൾ പ്രാക്ടിക്കലി ചെയ്ത് പഠിക്കുകയാണ്. ഓക്കെ, ദാറ്റ് ഇസ് കേസ് സ്റ്റഡീസ്. കുറച്ചും കൂടി ഇൻഡെപ്ത് ആയിട്ട് നമ്മളപ്പോ പഠിക്കും. അപ്പൊ ഒരു കാര്യം നമ്മൾക്ക് ആ ടൂൾസ് നമ്മുടെ കൈ കിട്ടുമ്പോൾ കൃത്യമായിട്ട് ആ ടൂൾസ് എന്താണ് നമുക്ക് മനസ്സിലാവും, എങ്ങനെയാണ് ചെയ്യേണ്ടത്. ഓക്കെ,
അപ്പൊ നമ്മൾ അതെങ്ങനെ അതിന് ആഴത്തിലുള്ള ഒരു പഠനത്തിലേക്ക് അത് എങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടത്, ഏത് രീതിയിൽ ഉപയോഗിച്ചാലാണ് ഇന്നത്തെ റിസൾട്ട് നമുക്ക് കിട്ടുക എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് അനലൈസ് ചെയ്തിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്നതാണ് എന്ത് കേസ് സ്റ്റഡീസ് എന്ന് പറയുന്നത്. ലേണിംഗ് ബൈ ഡൂയിങ്. ഓക്കെ, ചെയ്തുകൊണ്ട് പഠിക്കണം. കുറച്ചുകൂടി എളുപ്പമായിരിക്കും അങ്ങനെ പഠിക്കുമ്പോ അല്ലെ. Then role playing. Role playing. Role playing can be defined as pretending to be someone else or pretending to be in a particular situation that you are not really in at the time. നമ്മൾ ഈ റോൾ പ്ലേ ഒക്കെ സാധാരണ എങ്ങനെ എവിടെയൊക്കെ ചെയ്യാറ്? നമ്മള് റോൾ പ്ലേ എപ്പോഴാണ് കേട്ടിട്ടുള്ള റോൾ പ്ലേയുടെ കാര്യമൊക്കെ? നിങ്ങൾ എവിടെ റോൾ പ്ലേ ചെയ്തിട്ടുള്ളത്? ക്ലാസ് റൂമിൽ ചെയ്തിട്ടുണ്ട് അല്ലെ പണ്ട്? ആ, അപ്പൊ ഒരു ട്രെയിനിങ് സെഷനിൽ നമ്മൾക്ക് എങ്ങനെയാണ് ഒരു റോൾ പ്ലേ വരുന്നത്? ട്രെയിനിങ് സെഷനില് എങ്ങനെയായിരിക്കും ഒന്ന് ആലോചിക്കാമോ? ഒരു ട്രെയിനിങ് സെഷനിൽ നമ്മൾ എങ്ങനെ റോൾ പ്ലേ കൊടുക്കുന്നത്? ഏത് സിറ്റുവേഷൻസിലായിരിക്കുള്ളൂ? അതായത് നമുക്കൊരു പെർട്ടിക്കുലർ സിറ്റുവേഷൻ തന്നെന്ന് വിചാരിക്കാം. ഓക്കെ, അതായത് റിയൽ ആയിട്ടുള്ള സിറ്റുവേഷൻ അല്ല, പക്ഷെ മറ്റൊരാൾ ചെയ്യണം അല്ലെങ്കിൽ ഒരാളുടെ അഭാവത്തിൽ. യെസ്, വെരി ഗുഡ്, ശരിയാണ് കേട്ടോ. ഒരു പർട്ടിക്കുലർ സിറ്റുവേഷൻസിൽ മറ്റൊരാൾ ഇല്ല, അപ്പൊ അയാളുടെ റോള് ആര് കൈകാര്യം ചെയ്യേണ്ടി വരും? ചില സിറ്റുവേഷൻസിൽ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാളില്ലെങ്കിൽ നമ്മൾ അയാളുടെ ജോലി ചെയ്യേണ്ടതായിട്ട് വരാറുണ്ട് അല്ലെ. ഓക്കെ, അതാണ് അവിടെ സൂചിപ്പിക്കുന്നത് റോൾ പ്ലേ എന്നൊരു ഇതിൽ. അപ്പൊ നമുക്ക് പരിശീലനം നടന്ന കൂട്ടത്തിൽ അത്തരത്തിൽ കൂടിയോ നമുക്ക് എന്ത് തരുന്നുണ്ട്? അതായത് ഒരാളുടെ അഭാവത്തിൽ അയാളുടെ റോള് നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യും എന്നത് കൂടിയുള്ള ഒരു പരിശീലനം നമുക്ക് ആളില്ലാത്ത സിറ്റുവേഷൻസ് അല്ലെ, ആളില്ലാത്ത സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ ആ റോള് കൈകാര്യം ചെയ്യും എന്നുള്ള കൂടിയുള്ള ഒരു പരിശീലനം എവിടെ തരുന്നുണ്ട്? ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് നമുക്ക് ക്ലാസ് റൂമിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് റോൾ പ്ലേയിങ്. ഓക്കെ, പിന്നെ മറ്റൊരാളുടെ ഭാഗത്തിൽ അയാളുടെ റോള് നമ്മൾ കൈകാര്യം ചെയ്യുക ഒരു പർട്ടിക്കുലർ സിറ്റുവേഷൻസിൽ. മനസ്സിലായോ? യെസ്. നിങ്ങൾ കുറച്ച് പേര് എസ് പറയുന്നതിന് എസ് പറയാത്തവര് ഒന്ന് മനസ്സിലാവാനായിട്ട് ഇരുന്നിട്ടാണോ? കുറച്ച് പേര് ഡെയിലി പറയുന്നവര് നമുക്കറിയാം മിസ്, ഓക്കെ മിസ്, ക്ലിയർ മിസ് എന്ന് പറയണ. പക്ഷെ കുറെ പേര് ഇതിൽ മിണ്ടാതിരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാവണമെന്ന് വിചാരിക്കുന്നു കേട്ടോ. ആയില്ലെങ്കിൽ പറയണേ. അടുത്തത് എന്താണ്? പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻ. Programmed instruction. It is consist of a series of steps which are often stepped up through the central panel of an electronic computer as guiders in the performance of a desired operation or series of operations. Programmed instruction. പരിശീലനത്തിന്റെ ഭാഗമായിട്ട് പ്രത്യേകിച്ച് ഓഫ് ദ ജോബ് മെത്തേഡ്സ് പറയുന്നതാണ് എന്ത്? പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻ. എന്തായിരിക്കാം പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത്? ഈ പ്രോഗ്രാം ചെയ്ത നിർദ്ദേശം യെസ്, കമ്പ്യൂട്ടറിന്റെ സഹായത്തോടുള്ള ഒരു പരിശീലനമാണ് അല്ലെ. It consists of series of steps which are often set up through the central pan of a electronic computer. അതായത് സിസ്റ്റം ഉപയോഗിച്ചിട്ടുണ്ട്. നമ്മുടെ ഇലക്ട്രോണിക് കമ്പ്യൂട്ടർ ആയിരിക്കും നമ്മുടെ ആ ഒരു പെർട്ടിക്കുലർ സീരീസ് ഓപ്പറേഷൻസ് ഒക്കെ എന്താണ് നമ്മളിപ്പോ ടൂൾസ് ആൻഡ് മെഷീൻസ് മാത്രമല്ല നമുക്കവിടെ കൈകാര്യം ചെയ്യേണ്ടത് അല്ലെ. എന്താണ് കമ്പ്യൂട്ടർ പരിജ്ഞാനം കൂടി നമുക്ക് ആവശ്യമാണ്. അപ്പൊ ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ടുണ്ട്. ഇലക്ട്രോണിക് കമ്പ്യൂട്ടറിന്റെ സഹായത്തോടു കൂടി എന്താണ് കുറച്ച് പെർഫോമൻസ് അത് ഗൈഡ് ചെയ്യും അല്ലെ. അപ്പൊ കമ്പ്യൂട്ടർ ആയിരുന്നു കുറെ നിർദ്ദേശങ്ങൾ ട്രെയിനേഴ്സിന് കൊടുക്കുന്നത് അല്ലെങ്കിൽ എംപ്ലോയീസിന് കൊടുക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അവിടെ ചില പെർഫോമൻസ് അല്ലെങ്കിൽ പ്രോഗ്രാം ഇൻസ്ട്രക്ഷൻ നമ്മൾ പ്രോഗ്രാം ചെയ്ത് വെച്ചിരിക്കുന്നു ഓൾറെഡി. അത് സെറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അല്ലെ. ആ ഇൻസ്ട്രക്ഷൻസ് പ്രകാരമായിരിക്കും നമ്മള് എന്ത് ചെയ്യേണ്ടത്. ഇപ്പൊ കമ്പ്യൂട്ടർ നമ്മളോട് പറയും എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് അല്ലെ. ഇപ്പൊ നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്താണെന്നുള്ളത് അവര് കമ്പ്യൂട്ടർ തന്നെ ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ചിട്ട് മാത്രമായിരിക്കും നമ്മൾ അവിടെ അപ്പൊ അടുത്ത സ്റ്റെപ്പ് ഏതാണോ അതിനനുസരിച്ച് നമ്മൾ ക്ലിക്ക് ചെയ്ത് പോകണം. അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് ആര് ഗൈഡ് ചെയ്ത് തരുന്നു നമുക്ക്? ആരാണ് ഗൈഡ് ചെയ്ത് തരുന്നത്? യെസ്, an electronic computer. യെസ്.
Okay. Then T group training. T group training. Now, T group training. T means training group ആണ് ട്ടോ. T എന്ന് സൂചിപ്പിക്കുന്നത് എന്താണ് അവിടെ training group ആണ്. T group training, a training group or group is a kind of learning based on experiences. Participants, yes. Participants work together a small group of 8 to 14 people over an extended period. Learning come through an analysis of their own experiences, including feelings, reactions, and perceptions and the behavior. What is T group? Training group എന്ന് പറയുന്നത് നമ്മള് അതൊരു പ്രത്യേകമായിട്ട് സബ് ഗ്രൂപ്പ്സുകൾ എന്ന് പറയാം. അല്ലെങ്കിൽ എന്താണ് ഒരുമിച്ച് 8 മുതൽ 14 വരെയുള്ള ആൾക്കാർ അത്രയും മെമ്പേഴ്സ് ഉൾപ്പെടുന്നതാണ് എന്താ ട്രെയിനിങ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇൻഡിവിജ്വലൈസ്ഡ് ഗ്രൂപ്പ് ആണ്. അപ്പം അത് എത്ര മെമ്പേഴ്സ് വരുന്നുണ്ട്? നമുക്ക് ചെറിയ ഗ്രൂപ്പുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് എത്ര മെമ്പേഴ്സ് വരും? 8 മുതൽ 14 വരെ മെമ്പേഴ്സ് അതിൽ അല്ലെങ്കിൽ പീപ്പിൾസ് അതിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ഇനി ഈ ഒരു ടി ഗ്രൂപ്പ് ട്രെയിനിങ്ങിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിൽ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് അനലൈസ് ചെയ്യാനായിട്ട് പറ്റും? എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് അനലൈസ് ചെയ്യാനായിട്ട് സാധിക്കും? their own experience, അവരുടെ എക്സ്പീരിയൻസ്, പരസ്പരം അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് വഴി അവരുടെ എക്സ്പീരിയൻസ് എന്തൊക്കെയാണ്, റിയാക്ഷൻസ് എന്തൊക്കെയാണ്, ഫീലിങ്സ് എന്തൊക്കെയാണ്, പിന്നെന്താണ് പെർസെപ്ഷൻസ്. പെർസെപ്ഷൻസ് എന്ന് പറഞ്ഞാൽ എന്താ? പെർസെപ്ഷൻസ് ആൻഡ് ബിഹേവിയർ. വീക്ഷണം, അവർക്ക് അവരുടെ ഐഡിയ എങ്ങനെയാണ് അല്ലെങ്കിൽ അവരുടെ കാഴ്ചപ്പാട് എന്തൊക്കെയാണെന്ന് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ 14 മെമ്പേഴ്സ് അതിൽ 14 മെമ്പേഴ്സ് തമ്മിൽ എന്താണ് പരസ്പരം അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് വഴി അവർക്ക് എന്തൊക്കെ തരത്തിലുള്ള എക്സ്പീരിയൻസ് ഉണ്ട്, എന്തൊക്കെ ഫീലിങ്സ് ആണ് അവർക്കുള്ളത്, എങ്ങനെ ഏത് സിറ്റുവേഷൻ അവർ എങ്ങനെ റിയാക്ട് ചെയ്യും, ഏത് രീതിയിലുള്ള കാഴ്ചപ്പാടാണ് അവർ ജോലിയെ കുറിച്ചുള്ളത്, അല്ലെങ്കിൽ അവരുടെ മൊത്തത്തിലുള്ള ബിഹേവിയർ നമുക്ക് എന്തെങ്കിലും മനസ്സിലാക്കാൻ പറ്റും. ടി ഗ്രൂപ്പ് ട്രെയിനിങ് കൊടുക്കുന്നത് വഴി നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ എന്താണ് ചെറിയ ഗ്രൂപ്പിൽ നമുക്ക് കുറച്ച് സമയത്തിനുള്ളിൽ അല്ലെങ്കിൽ ഏകദേശം ചെറിയൊരു പീരീഡിനുള്ളിൽ തന്നെ നമുക്ക് കൃത്യമായിട്ട് ഒരാളുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള വിശകലനം നടത്താനായിട്ട് അനലൈസ് ചെയ്ത ആളെ വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് എന്തിലൂടെ സാധിക്കും? ടി ഗ്രൂപ്പ് ട്രെയിനിങ്ങിലൂടെ, അല്ലെങ്കിൽ ട്രെയിനിങ് ഗ്രൂപ്പിൽ, അല്ലെങ്കിൽ ടി ഗ്രൂപ്പ് അല്ലെങ്കിൽ ട്രെയിനിങ് ഗ്രൂപ്പ് എന്നൊക്കെ ആയിരിക്കും ചിലപ്പോൾ കാണുന്നതായിട്ട് പരീക്ഷയ്ക്ക്. ഓക്കെ, അപ്പൊ ഇതിലൂടെ നമുക്ക് എന്താണ് കൃത്യമായിട്ട് എങ്ങനെയാണ് ഒരാളെ മൊത്തത്തിൽ അനലൈസ് ചെയ്യാനായിട്ട് ഇത്തരം ട്രെയിനിങ് പരിശീലനത്തിലൂടെ നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നു. ഓക്കെ, നിങ്ങളൊന്ന് വായിച്ചു നോക്കാവോ അത്? ഒരു മിനിറ്റ് വായിക്കട്ടോ. നിങ്ങൾ ട്രെയിനിങ് മെത്തേഡ്സ് ആൻഡ് ടെക്നിക്സ് ആണ് നോക്കിയത്. ഓൺ ദ ജോബ് ട്രെയിനിങ് ആണ് ഓഫ് ദ ജോബ് മെത്തേഡ്സ്. ഞാൻ പറയുന്ന കാര്യങ്ങളൊന്ന് ടിക്ക് ചെയ്ത് പോണേ. ജോബ് ഇൻസ്ട്രക്ഷനും അപ്രസൻഷിപ്പ് എന്താണെന്നുള്ളത് ടിക്ക് ചെയ്തത് കേട്ടോ, പഠിക്കേണ്ടതാണ്. പിന്നെ ഓഫ് ദ ജോബ് മെത്തേഡ് എന്താണെന്ന് ഒന്ന് ഓർത്ത് വയ്ക്കാം. ഓഫ് ദ ജോബ് മെത്തേഡ്സിൽ എന്തൊക്കെ കാര്യങ്ങൾ വരുന്നെന്നുള്ളതിലും ടിക്ക് ചെയ്ത് പോകണം. ലെക്ചേഴ്സ്, വെസ്റ്റിബ്യൂൾ ട്രെയിനിങ് ടിക്ക് ചെയ്ത് പോയാൽ മതി. ലെക്ചേഴ്സ്, വെസ്റ്റിബ്യൂൾ ട്രെയിനിങ്, ഗ്രൂപ്പ് ഡിസ്കഷൻ, കേസ് സ്റ്റഡീസ്, പ്രോഗ്രാം ഇൻസ്ട്രക്ഷൻ ആൻഡ് ടി ഗ്രൂപ്പ് ട്രെയിനിങ്.
പ്രോഗ്രാം ഇൻസ്ട്രക്ഷൻ ആണ് ടി ഗ്രൂപ്പ് ട്രെയിനിങ്. അത്ര ഒന്ന് സ്ട്രെസ് ചെയ്ത് പഠിക്കണം കേട്ടോ. യെസ്, ഇനി നമുക്ക് നോക്കുന്നത് പെർഫോമൻസ് അപ്രീഷ്യൽ ആണ്. ഒന്നുകൂടെ പറയണം. ജോബ് ഇൻസ്ട്രക്ഷനും അപ്രന്റീസ്ഷിപ്പും ടിക്ക് ചെയ്യാം. ലെക്ചേഴ്സ്, വെസ്റ്റിബ്യൂൾ ട്രെയിനിങ്, ഗ്രൂപ്പ് ഡിസ്കഷൻ, കേസ് സ്റ്റഡി, റോൾ പ്ലേ ഇല്ല, റോൾ പ്ലേയും വേണ്ട, കോൺഫറൻസും വേണ്ട. ബാക്കി ഉള്ളത് പ്രോഗ്രാം ഇൻസ്ട്രക്ഷനും ടി ഗ്രൂപ്പ് ട്രെയിനിങ് ടിക്ക് ചെയ്തൊക്കെ കേട്ടോ. നെക്സ്റ്റ് എന്താണ് പെർഫോമൻസ് അപ്രീഷ്യൽ. എന്താണ് പെർഫോമൻസ് അപ്രീഷ്യൽ? Performance appraisal is a process of estimating an employee's performance of a job in terms of its requirements. പ്രകടനം വിലയിരുത്തുക എന്ന് പറയുന്നത് നമ്മുടെ എന്താണ് പ്രകടനം വിലയിരുത്തുക എന്ന് പറയുന്നത്? പ്രകടനം വിലയിരുത്തുക എന്ന് പറഞ്ഞ എന്താ? പെർഫോമൻസസ്. ഒരാൾക്ക് ഒരു ജോലി കൊടുത്തിട്ട് ആ ജോലികൾ എത്രത്തോളം ഭംഗിയായിട്ട് എത്രത്തോളം എഫക്റ്റീവ് ആയിട്ട് ആള് ചെയ്യുന്നുണ്ട്, എങ്ങനെ ആള് പെർഫോം ചെയ്യുന്നുണ്ട് നമ്മൾ വിലയിരുത്തുന്നതാണ് എന്ത് പെർഫോമൻസ് അപ്രീഷ്യൽ എന്ന പ്രോസസ്സ്. അത് നമുക്ക് എങ്ങനെയായിരിക്കും വിലയിരുത്തുന്നത്? കുറച്ച് പോയിന്റ്സിന്റെ അടിസ്ഥാനത്തിൽ, കുറച്ച് സ്റ്റാൻഡേർഡ് പോയിന്റ്സിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ആ വിലയിരുത്തുന്നത്, ആ ഒരു ഇവാലുവേഷൻ നടത്തുന്നത്. എങ്ങനെയാണത്? പെർഫോമൻസ് ഇവാലുവേഷൻ പ്രോസസ് ഇൻക്ലൂഡ് ഒരാളുടെ പെർഫോമൻസ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത് കുറച്ച് കാര്യങ്ങളുടെ പ്രോസസ്സിന്റെ അടിസ്ഥാനത്തിലാണ്. ഫസ്റ്റ് വൺ എന്താണ്? എസ്റ്റാബ്ലിഷ് പെർഫോമൻസ് സ്റ്റാൻഡേർഡ്സ്, കൺവേ പെർഫോമൻസ് എക്സ്പെക്ടേഷൻസ് ടു എംപ്ലോയീസ്, മെഷർ റിയൽ പെർഫോമൻസ്, കമ്പയർ ആക്ച്വൽ പെർഫോമൻസ് വിത്ത് സ്റ്റാൻഡേർഡ്സ്, and discuss appraisal with the employees, if necessary begin corrective action. ഒരാളുടെ പെർഫോമൻസ് നമ്മൾ വിലയിരുത്താൻ പോവാണ് അല്ലെ. അപ്പൊ ആദ്യം എന്തൊക്കെയാണ് അതിന് തീരുമാനിക്കേണ്ടത്? എസ്റ്റാബ്ലിഷ് പെർഫോമൻസ് സ്റ്റാൻഡേർഡ്സ്, അതായത് പ്രകടനം വിലയിരുത്തുന്നതിനുള്ള മാനദണ്ഡങ്ങൾ, ഒരു ക്രൈറ്റീരിയ ഉണ്ടായിരിക്കും അല്ലെ. കുറച്ച് എന്തൊക്കെയാണ് നമ്മൾ പോയിന്റ് ഔട്ട് ചെയ്യേണ്ടത് എന്നതുമായി ബന്ധപ്പെട്ട ഒരു മാനദണ്ഡങ്ങൾ അല്ലെങ്കിൽ എന്താണ് പ്രകടന മാനദണ്ഡങ്ങൾ. പെർഫോമൻസ് വിലയിരുത്തുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് സ്റ്റാൻഡേർഡ് പോയിന്റ്സ് ഉണ്ടായിരിക്കും. അതിന്റെ അടിസ്ഥാനത്തിലാണ് അയാൾ ഇങ്ങനെ ചെയ്യുന്നുണ്ടോ, ആ പോയിന്റിന്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് നോക്കുന്നത്. ഓക്കെ, മാനദണ്ഡങ്ങൾ എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല നിങ്ങൾക്ക്? സ്റ്റാൻഡേർഡ്സുകൾ. ഓക്കെ, ഒരാളെ വിലയിരുത്താൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ അത് ആദ്യം എസ്റ്റാബ്ലിഷ് ചെയ്യും അല്ലെ. ഇന്ന കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അയാളെ നമ്മൾ വിലയിരുത്തപ്പെടുന്നത്. അതിനുശേഷം എന്താണ്? കൺവേ പെർഫോമൻസ് എക്സ്പെക്ടേഷൻ, ക്രൈറ്റീരിയ. മാനദണ്ഡങ്ങൾ മീൻസ് ക്രൈറ്റീരിയ എന്ന് പറയാം അല്ലെ. Convey performance expectations to employees. Convey performance expectations to employees. പറഞ്ഞെന്താ? നമ്മള് ആരോടാണ് പറയേണ്ടത് ഇത്? എന്തൊക്കെ പ്രകടന പ്രതീക്ഷകളാണ് നമുക്കുള്ളത് എന്നുള്ളതിനെ പറ്റി ജീവനക്കാരെ, എംപ്ലോയീസിനെ നമ്മൾ അത് അറിയിക്കണം അല്ലെ. ഇത്തരം കാര്യങ്ങളാണ്. അപ്പൊ നമ്മൾ ആദ്യം ജോലിയുടെ ജോലി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മൾ ആ ട്രെയിനിങ് സമയത്ത് ഇതെല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും അല്ലെ. എന്താണ് ആ ജോലിയിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത്, ഏത് തരത്തിലാണ് നിങ്ങൾ വർക്ക് ചെയ്യേണ്ടത്, എക്സ്പെക്ടേഷൻ, കമ്പനിയുടെ എക്സ്പെക്ടേഷൻ എന്താണെന്നുള്ളത് നമ്മൾ ആരറിയിക്കേണ്ടതുണ്ട്? എംപ്ലോയീസ് നമ്മൾ അറിയിക്കേണ്ടതുണ്ട്. ഓക്കെ, യെസ്. അതായത് ആ ഒരു എംപ്ലോയിൽ നിന്ന് നമ്മൾ എന്തൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ടെന്ന് അവർക്ക് മനസ്സിലാക്കുന്ന രീതിയിൽ നമ്മൾ പറഞ്ഞു കൊടുക്കുക. നിങ്ങൾ ഈ ജോലിയിൽ ഇങ്ങനെ ആയിരിക്കണം എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ പറയില്ലേ. ഓക്കെ, അത് കമ്പനി ഇത് പ്രതീക്ഷിക്കുന്നുണ്ടെന്ന് അവർക്കത് മനസ്സിലാകും. ഓക്കെ, അതിനുശേഷം എന്താണ്? മെഷർ റിയൽ പെർഫോമൻസ്. എക്സ്പെക്ടേഷൻസ് ഒക്കെ പറഞ്ഞു കൊടുത്തു. അതിനുശേഷം ഇവർ വർക്ക് ചെയ്യുന്നത് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യും. കൊടുത്തിരിക്കുന്ന ജോലി എഫിഷ്യന്റ് ആയിട്ട് എഫക്റ്റീവ് ആയിട്ട് അവരവിടെ പെർഫോം ചെയ്യുന്നുണ്ടോ. ജോലി മാത്രമല്ല, മൊത്തത്തില് അല്ലെ. ജോലി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കും. നമ്മൾ കൊടുത്ത ജോലി വ്യക്തമായിട്ട് അവർ ചെയ്യുന്നുണ്ടോ, മാത്രമല്ല എന്തൊക്കെ കാര്യങ്ങൾ കൂടി അവിടെ ശ്രദ്ധിക്കുന്നുണ്ടാവും. പെർഫോമൻസ് മാത്രമാണോ? പെർഫോമൻസിൽ എന്തൊക്കെ കാര്യങ്ങൾ വരുന്നുണ്ട്? ജോലി മാത്രമല്ല, ആളുടെ ബിഹേവിയർ അല്ലെ. ടോട്ടലി ആളുടെ ബിഹേവിയർ അവിടെ അനലൈസ് ചെയ്യപ്പെടുന്നുണ്ട്. ഒരാളെ ജോലി സമയത്ത് എങ്ങനെയാണ്, അല്ലാത്ത സമയത്ത് എങ്ങനെയാണ്, വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്, ബാക്കി കൊളീഗ്സിനോട് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്, മൊത്തത്തിലുള്ള ഒരു പെരുമാറ്റം. കമ്പനിയോട് എത്രത്തോളം ആൾ അറ്റാച്ച് ചെയ്ത് നിൽക്കുന്നുണ്ട്, എത്രത്തോളം സിൻസിയാരിറ്റി ആൾ കാണിക്കുന്നുണ്ട് എന്നുള്ളത് മെഷർ ചെയ്യുന്നത്. ദാറ്റ് ഈസ് മെഷർ റിയൽ പെർഫോമൻസ്. അങ്ങനെയാണ് റിയൽ പെർഫോമൻസ് മെഷർ ചെയ്യുന്നത്.
ഇൻ കേസ് ആൾ ആർട്ടിഫിഷ്യൽ ആയിട്ടാണ് കാണിക്കുന്നതെങ്കിലും നമുക്ക് മനസ്സിലാവും അല്ലെ. ആർട്ടിഫിഷ്യൽ ആയിട്ട് തന്നെ അഭിനയിക്കുന്നതാണെങ്കിലും നമുക്ക് എന്താണ് അത് വാലുവേഷനിൽ നമുക്ക് കൃത്യമായിട്ട് വാലുവേറ്റ് ചെയ്യുന്ന രീതിയിൽ കൃത്യമായിട്ട് അറിയാൻ പറ്റും. ഓക്കെ, നമ്മുടെ റിയൽ പെർഫോമൻസും ആർട്ടിഫിഷ്യൽ പെർഫോമൻസും തമ്മിൽ വ്യത്യാസമുണ്ട് അല്ലെ. രണ്ട് നേച്ചർ ആണ് അവിടെ വരുന്നത്. അപ്പൊ അയാളുടെ റിയൽ പെർഫോമൻസ് നമ്മൾ എങ്ങനെ അളക്കും? അപ്പൊ അതാണ് നമ്മൾ പറഞ്ഞ ചില സിറ്റുവേഷൻസിലായിരിക്കും റിയൽ ആയിട്ട് ആളെങ്ങനെ ബിഹേവിയർ ഉണ്ടെന്ന് അറിയാൻ സാധിക്കുന്നത്. ഇച്ചിരി ബാഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസ്, കോംപ്ലിക്കേഷൻ സിറ്റുവേഷൻസിൽ എങ്ങനെ എംപ്ലോയീസ് പെരുമാറുന്നു എന്ന് കൃത്യമായിട്ട് അവിടെ ചെക്ക് ചെയ്യുന്നു. ഓക്കെ, അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പ്രകടനം വിലയിരുത്തുന്നത്. പ്രത്യേകിച്ച് ആളുടെ പെർഫോമൻസ് നമ്മൾ മെഷർ ചെയ്യുന്നത്, അളക്കുന്നു. കമ്പയർ ആക്ച്വൽ പെർഫോമൻസ് വിത്ത് സ്റ്റാൻഡേർഡ്. കമ്പയർ ആക്ച്വൽ പെർഫോമൻസ് വിത്ത് സ്റ്റാൻഡേർഡ്സ്. നമ്മൾ ആദ്യം പെർഫോമൻസ് സ്റ്റാൻഡേർഡ്സ് കുറച്ച് മാനദണ്ഡങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ അത് തമ്മിൽ കമ്പയർ ചെയ്യും. അയാൾ റിയൽ ആയിട്ട് പെർഫോം ചെയ്യുന്നത് അല്ലെങ്കിൽ ആ കൊടുത്തിരിക്കുന്ന മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലാണോ അത് തമ്മിലൊന്ന് എന്താണ് അതൊന്ന് കമ്പയർ ചെയ്യും. ചിലപ്പോ കൊടുത്തിരിക്കുന്ന ക്രൈറ്റീരിയനേക്കാളും മേലെ ആയിരിക്കും ചിലപ്പോൾ അയാൾ പെർഫോം ചെയ്യുന്നത് അല്ലെ. തന്നിരിക്കുന്ന നിർദ്ദേശങ്ങളുടെ അപ്പുറത്തെ രീതിയിലുള്ള എക്സ്പെക്ടേഷൻ, കമ്പനിയുടെ എക്സ്പെക്ടേഷൻസ് അപ്പുറത്തെ രീതിയിലും പെരുമാറുന്നവരുണ്ടാവാം. അല്ലെങ്കിൽ എന്താണ് അതിന് താഴെ നിൽക്കുന്നവരാകും. ചിലപ്പോ ആ ക്രൈറ്റീരിയ അതേപോലെ ഫോളോ ചെയ്യുന്നവരും ഉണ്ടാവാം. ഈ 3 രീതിയിലെ കാറ്റഗറിയിൽ നമുക്ക് എംപ്ലോയീസിനെ നമുക്ക് എടുക്കാൻ പറ്റും. ഒന്ന് കമ്പനിയുടെ എക്സ്പെക്ടേഷന് മുകളിൽ നിൽക്കുന്നവര്, പിന്നെ എന്താണ് കൃത്യമായിട്ട് മാനദണ്ഡങ്ങൾ അതേപോലെ തന്നെ ഫോളോ ചെയ്യുന്നവര്, പിന്നെന്താണ് അത് ഫോളോ ചെയ്യാത്തത്. ഇതൊന്നും ഫോളോ ചെയ്യാതെ ഒരു ആവറേജ് പെർഫോമൻസ് കാണിക്കുന്നത്. ഈ രീതിയിലായിരിക്കും നമുക്കത് എന്താ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. മനസ്സിലായോ പറഞ്ഞത്? കമ്പയർ ആക്ച്വൽ പെർഫോമൻസ് വിത്ത് സ്റ്റാൻഡേർഡ്സ്. ഓക്കെ, പിന്നെന്താണ് ഡിസ്കസ് ദ അപ്രീഷ്യൽ വിത്ത് എംപ്ലോയീസ്. ഡിസ്കസ് ദ അപ്രീഷ്യൽ വിത്ത് എംപ്ലോയീസ്. എന്താണ് ഡിസ്കസ് ചെയ്യാണ്? വിലയിരുത്തൽ ചർച്ച നടത്തപ്പെടും. ആരുമായിട്ട് ബന്ധപ്പെട്ട്? വിലയിരുത്തൽ ചർച്ച എങ്ങനെയാ വരുന്നത്? എംപ്ലോയീസുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെ. അതെങ്ങനെയാണ് അത് വരുന്നത്? എംപ്ലോയീസുമായിട്ട് എങ്ങനെ ഡിസ്കസ് ചെയ്യണം? അയാളുടെ ഒരു എംപ്ലോയറുടെ പെർഫോമൻസിനെ പറ്റി ഒരു കമ്പനി അയാളോട് പറയോ ഞാനെങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത്? ആ ഒരു രീതിയിലുള്ള ഒരു സംസാരം അവിടെ വരുന്നുണ്ടോ? വരുന്നുണ്ട് അല്ലെ. നമ്മളെ വിളിച്ചിട്ട് നമ്മളെ പെർഫോമൻസ് മോശമാണെങ്കിൽ നമ്മളോടൊക്കെ നേരെ പറയും. അല്ലെങ്കിൽ അപ്രീഷിയേറ്റ് ചെയ്യുന്നതാണെങ്കിൽ എന്താണ് പെർഫോമൻസ് അപ്രീഷിയേറ്റ് അല്ലെങ്കിൽ നമ്മുടെ പ്രകടനം മികച്ച രീതിയിലാണെങ്കിൽ നമുക്ക് അതിനുള്ള കോംപ്ലിമെന്റ്സ്, അപ്പോഴാണ് ഒരുപാട് കോംപ്ലിമെന്റ്സ് ഇതൊക്കെ കിട്ടുന്നത്. ഓക്കെ, ആ ഒരു സമയത്താണ് ആ ഡിസ്കഷനിലൂടെ. ഓക്കെ, യെസ്. ദെൻ ഇഫ് നെസസറി ബിഗിൻ കറക്റ്റീവ് ആക്ഷൻ. എന്താണ് കറക്റ്റീവ് ആക്ഷൻ? ഇനി ഇൻ കേസ് എന്തെങ്കിലും മോശമായിട്ടുള്ള ബിഹേവിയറോ അല്ലെങ്കിൽ പെർഫോമൻസിൽ എന്തെങ്കിലും ക്രമക്കേടുകൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യപ്പെടുന്നു? തിരുത്തൽ നടപടികൾ ആരംഭിക്കും. ആള് നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നില്ല എന്ന് കണ്ടാൽ നമുക്കൊരു അവസരം കൊടുക്കല്ലേ. എന്താ കൊടുക്കുന്നത്? പിന്നീട് ഒരു ചാൻസ്, പിന്നീട് ഒന്നും കൂടി പെർഫോം ചെയ്യാനുള്ള ഒരു സിറ്റുവേഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യാം. പെട്ടെന്ന് തന്നെ ആളൊന്നും ചിലപ്പോൾ നമ്മള് കമ്പനിയിൽ നിന്ന് നീക്കം ചെയ്യില്ല. പിന്നെ എന്താണ് അവർക്ക് തിരുത്താനുള്ള അല്ലെങ്കിൽ അതൊന്ന് കറക്റ്റ് ചെയ്യാനുള്ള ഒരു പോർഷൻ, കറക്റ്റ് ചെയ്യാനുള്ള ഒരു അവസരം കൂടി നമ്മൾ കൊടുത്തുകൊണ്ടാണ്. ചിലപ്പോൾ കറക്റ്റ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ അവിടെ ഏറ്റവും മികച്ച പെർഫോമൻസ് ആയിരിക്കും കാഴ്ചവെക്കുന്നത് അല്ലെ. ഓക്കെ, അപ്പൊ നമ്മൾ ഒരാളുടെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുന്നത് ഇപ്പറഞ്ഞ പ്രോസസ്സിലൂടെ ഒക്കെയാണ്. എന്തൊക്കെയാണ് പ്രോസസ്സുകള്? ഒന്ന് എസ്റ്റാബ്ലിഷ് പെർഫോമൻസ് സ്റ്റാൻഡേർഡ്സ്, convey performance expectations to employees, then measure real performance. ഇങ്ങനെ പറയാം. ആദ്യം എന്താണ് നമ്മൾ ഏതാണോ വിലയിരുത്താൻ പോകുന്നതുമായി ബന്ധപ്പെട്ട ഒരു ക്രൈറ്റീരിയ തയ്യാറാക്കും. അതിനുശേഷം എന്താണ് എംപ്ലോയീസിന് നമ്മുടെ എക്സ്പെക്ടേഷൻ എന്തൊക്കെയാണെന്നുള്ളത് അവരെ കൃത്യമായ രീതിയിൽ അവരോട് പറഞ്ഞ് മനസ്സിലാക്കുന്നു. ദെൻ അവരുടെ റിയൽ പെർഫോമൻസ് നമ്മൾ മെഷർ ചെയ്യുന്നു. പിന്നെ ആക്ച്വൽ പെർഫോമൻസും അല്ലെങ്കിൽ തന്നിരിക്കുന്ന ക്രൈറ്റീരിയയുമായി ബന്ധപ്പെട്ട് നമ്മൾ അതിനൊന്ന് കമ്പയർ ചെയ്യുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അയാൾ പെർഫോം ചെയ്യുന്നത് അല്ലെങ്കിൽ അതിന്റെ മികച്ചതായിട്ടാണോ അല്ലെങ്കിൽ താഴെയായിട്ടാണോ പെർഫോം ചെയ്യുന്നതെന്ന് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നു. ഡിസ്കസ് അപ്രീഷ്യൽ വിത്ത് എംപ്ലോയീസ്. എന്താണ് അവരുമായ ഒരു വിലയിരുത്തൽ ചർച്ച നടത്തുന്നു. അപ്പൊ അവർക്ക് എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിലൊക്കെ ആ ഒരു സമയത്തായിരിക്കും ഡിസ്കഷനിലൂടെ പറയുന്നത്. അല്ലെങ്കിൽ മികച്ച പെർഫോമൻസ് ആണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കോംപ്ലിമെന്റ്സും റിവാർഡ്സും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നു. ദെൻ ഇഫ് നെസസറി ബിഗിൻ കറക്റ്റീവ് ആക്ഷൻ.
എന്തെങ്കിലും തിരുത്തൽ നടപടികളൊക്കെ ചെയ്യണമെങ്കിൽ ഇപ്പൊ ആളുടെ പെർഫോമൻസ് മോശമാണെങ്കിൽ അയാൾക്ക് പിന്നീട് എന്താണ് നമ്മൾ ഒരു ഓപ്പർച്യൂണിറ്റീസ് കൂടി അവിടെ കൊടുക്കണം അല്ലെ. ഓക്കെ, അപ്പൊ ഈ ഒരു രീതിയിലാണ് ഒരാളുടെ പ്രകടനം നമ്മൾ വിലയിരുത്തപ്പെടുന്നത്. ദാറ്റ് ഈസ് പെർഫോമൻസ് അപ്രീഷ്യൽ. അവർക്ക് തന്നിരിക്കുന്ന ജോലികൾ എത്രത്തോളം എഫക്റ്റീവ് ആയിട്ടും എഫിഷ്യന്റ് ആയിട്ടും അത് കൈകാര്യം ചെയ്യുന്നുണ്ട്, ആ ജോലിയുടെ അയാളുടെ പെർഫോമൻസ് എങ്ങനെയാണ് എന്ത് വിലയിരുത്തുന്നതാണ് എന്ത് പെർഫോമൻസ് അപ്രീഷ്യൽ എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ? നമ്മുടെ ചാപ്റ്റർ തീർന്നില്ല, ഇനിയും അടുത്ത ക്ലാസ്സിൽ ഇത് തീരുള്ളൂ കേട്ടോ. ഇവിടെ വരെ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണോ? യെസ്. ഇനി നമുക്ക് മോട്ടിവേഷൻസ് ആണുള്ളത്. അത് കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞു. ഇവിടെ എംപ്ലോയീസിന്റെ മൊറയിലാണ്. തീരുമെന്ന് വിചാരിക്കാം അടുത്ത ക്ലാസ്സില്. പക്ഷെ ഇവിടെ കുറെ പോയിന്റ് ഇങ്ങനെ വരുന്നുണ്ട് കണ്ടോ. നമുക്ക് തീർക്കുമെന്ന് വിചാരിച്ചാലും ചില ദിവസങ്ങൾ നമുക്ക് നല്ലോണം ക്ലാസ് എടുത്ത് പോകാൻ പറ്റും, സ്പീഡ് കിട്ടും, പെട്ടെന്ന് നിങ്ങൾക്ക് കൺവേ ചെയ്യാൻ പറ്റും. പക്ഷെ ചില ദിവസങ്ങളുടെ പ്രത്യേകത നമുക്ക് എത്ര എക്സ്പ്ലെയിൻ ചെയ്യാൻ ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. ചില ദിവസത്തെ പ്രത്യേകതയാണ് കേട്ടോ. അങ്ങനെയാണ്, എല്ലാ ദിവസത്തെ പോലെയല്ലല്ലോ ഓരോ ദിവസം. ചില സമയത്ത് ഞങ്ങൾ ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സുകൾ വളരെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റാറുണ്ട്. പക്ഷെ ചില സമയത്ത് ചില ഈസി ഉള്ളത് ചിലപ്പോ നമുക്ക് നിങ്ങളോട് പറയാൻ കിട്ടുന്നില്ല. ക്ലാസ് എടുക്കാന്ന് പറയുന്നത് നമുക്ക് ഇവിടെ ഇരുന്നത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ചില സമയങ്ങളിൽ അതെന്താണെന്ന് ഒരു ദിവസത്തിന്റെ പ്രത്യേകത അത് തന്നെ. ചിലപ്പോൾ എടുക്കാൻ പറ്റില്ല, എത്ര പ്രിപ്പയർഡ് ചെയ്ത് വന്നാലും ചിലപ്പോൾ എടുക്കാൻ പറ്റാറില്ല. അങ്ങനെയെങ്കിലൊക്കെ അത് അപ്പൊ നമുക്കൊരു ബുദ്ധിമുട്ടാണ്. നമ്മൾ അത്രയും നോക്കി വന്നിട്ട് ചിലപ്പോൾ നമുക്ക് എടുക്കാൻ പറ്റില്ല. പക്ഷെ ചില സമയം ക്ലാസ്സിൽ ചിലപ്പോൾ നോക്കാണ്ട് വരാറുണ്ട്. എന്നുവെച്ചാൽ ചില സിറ്റുവേഷൻ ബേസ്ഡ് നമുക്ക് ചിലപ്പോൾ നോക്കാനുള്ള സമയം കിട്ടാറില്ല. അപ്പൊ എടുത്തതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കേരളത്തിൽ എന്തായാലും നോക്കിയിരിക്കുമെങ്കിലും തലേ ദിവസം ഒന്നും ഇരുന്ന് നമ്മൾ നോക്കില്ല. കുറെ ദിവസം സമയമൊക്കെ ഇരുന്ന് നോക്കിയിട്ടാണ് ക്ലാസ് എടുക്കാൻ വന്നത്. പക്ഷെ ചില സമയം അങ്ങനെ പറ്റാറില്ല. പക്ഷെ ചില സമയം നോക്കാതെ എടുക്കുന്ന സബ്ജക്റ്റുകൾ നമുക്ക് അല്ലെങ്കിൽ ടോപ്പിക്സുകൾ വളരെ എളുപ്പത്തിൽ എടുക്കാൻ പറ്റുന്നു. പക്ഷെ കുറെ നോക്കുന്നത് എളുപ്പം നന്നായിട്ട് എടുക്കാൻ പറ്റില്ല. അങ്ങനെയാണ് ചില ദിവസങ്ങളിലെ ക്ലാസ്സുകൾ. ഓക്കെ, യെസ്. ഇപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു, ഹാവ് എ നൈസ് ഡേ. നിങ്ങള് ഗ്രൂപ്പിൽ ഞങ്ങളുടെ ഡാൻസ് കണ്ടിരുന്നോ ടീച്ചേഴ്സിന്റെ? ഉണ്ടോ പിള്ളേരെ? ഇല്ല. ആ ഗ്രൂപ്പിൽ വരും കേട്ടോ. എങ്ങനെയുണ്ടെന്ന് പറയണേ. ഇന്നലെ H11 ബാച്ചിന്റെ കോൺവൊക്കേഷൻ ആയിരുന്നു. താങ്ക് യു, ഹാവ് എ നൈസ് ഡേ. മെറ്റീരിയൽ മാനേജ്മെന്റ് എന്ന ചാപ്റ്റർ തീർന്നു നിങ്ങളുടെ? മെറ്റീരിയൽ മാനേജ്മെന്റ് ഓക്കെ, താങ്ക് യു.